പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ 15 തിങ്കളാഴ്ച. 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാമത്തെ വാക്യം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് എന്താണ്? നമ്മുടെ ആരാധനയുടെ ഭംഗിയോ, നമ്മുടെ പ്രാർത്ഥനകളുടെ ദൈർഘ്യമോ, നമ്മുടെ വഴിപാടുകളുടെ വലിപ്പമോ? 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നാം ഒരു വേദനാജനകമായ സംഭവം കാണും. ശൗൽ രാജാവ് ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ചില്ല. എന്നാൽ തൻ്റെ അനുസരണക്കേടിനെ മറച്ചു വെക്കുവാൻ അവൻ യാഗത്തിൻ്റെ പേരിൽ ന്യായീകരണം കണ്ടെത്തുന്നു. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള സത്യം വെളിപ്പെടുത്തുന്നു. അനുസരണമാണ് യാഗത്തേക്കാൾ നല്ലത്. ദൈവം യാഗങ്ങളെ വെറുക്കുന്നു എന്നല്ല ഈ വചനം പറയുന്നത്. എന്നാൽ യാഗത്തേക്കാൾ വിലയേറിയ ഒന്നുണ്ട്, അത് ദൈവത്തെ അനുസരിക്കുന്നതാണ്. ഒരു പിതാവ് ആഗ്രഹിക്കുന്നത് സമ്മാനത്തേക്കാൾ മക്കളുടെ സ്നേഹവും അനുസരണവുമല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ പിതാവും. നമുക്ക് മനോഹരമായി പാടാൻ സാധിക്കും, ദീർഘമായി പ്രാർത്ഥിക്കാം, ഉദാരമായി വഴിപാടുകൾ അർപ്പിക്കാം. എന്നാൽ നമ്മുടെ ഹൃദയം ദൈവവചനത്തിന് കീഴടങ്ങുന്നില്ല എങ്കിൽ ആ ആരാധനയുടെ മഹത്വം നഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള ഏറ്റവും അടുത്ത വഴി അനുസരണത്തിൻ്റെ വഴിയാണ്. അനുസരണം എല്ലായ്പ്പോഴും എളുപ്പമല്ല. ചിലപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളെ ത്യജിക്കാൻ ആവശ്യപ്പെടും. ചിലപ്പോൾ അത് കണ്ണുനീരിലൂടെ നടക്കേണ്ട വഴിയായിരിക്കും. എന്നാൽ അനുസരണത്തിൻ്റെ ഓരോ ചുവടും ദൈവസന്നിധിയിൽ സുഗന്ധ ധൂപമായി ഉയരുന്നു. അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധനായപ്പോൾ ദൈവം അവൻ്റെ അനുസരണത്തിൽ പ്രസാദിച്ചു. നോഹ ഒരു തുള്ളി മഴ പോലും കാണാത്ത കാലത്ത് പെട്ടകം പണിതപ്പോൾ അത് വിശ്വാസത്തിൻ്റെ അനുസരണമായിരുന്നു. മറിയം, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം ഭൂമിയെ സ്പർശിച്ചു. എല്ലാറ്റിലുമുപരി ഗത്സേമനായിലെ ഇരുണ്ട രാത്രിയിൽ യേശു പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ആ അനുസരണമാണ് നമ്മുടെ രക്ഷയുടെ വാതിൽ തുറന്നത്. ഇന്ന് ദൈവം നമ്മോടും ചോദിക്കുന്നു, നിന്റെ ആരാധന എനിക്ക് പ്രിയമാണ്, എന്നാൽ നിന്റെ ഹൃദയം എൻ്റെ വചനത്തിന് കീഴടങ്ങിയിട്ടുണ്ടോ? ദൈവം നമ്മുടെ കഴിവുകളെക്കാൾ നമ്മുടെ കീഴടങ്ങലിനെ വിലമതിക്കുന്നു. നമ്മുടെ നേട്ടങ്ങളെക്കാൾ നമ്മുടെ അനുസരണത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയം പരിശോധിക്കാം. ദൈവം നമ്മോട് പറഞ്ഞിട്ടും നാം വൈകിപ്പിക്കുന്ന എന്തെങ്കിലുമുണ്ടോ? അവിടുന്ന് വിളിച്ചിട്ടും നാം മടിച്ചു നിൽക്കുന്ന ഒരു പാതയുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ആരാധനയേക്കാൾ ഉപരി എൻ്റെ അനുസരണം നിന്നെ സന്തോഷിപ്പിക്കട്ടെ. എൻ്റെ വാക്കുകളേക്കാൾ എൻ്റെ ജീവിതം നിന്നെ മഹത്വപ്പെടുത്തട്ടെ. കാരണം അനുസരണത്തിൻ്റെ സുഗന്ധം സ്വർഗത്തെ സ്പർശിക്കുന്ന ഏറ്റവും മനോഹരമായ യാഗമാണല്ലോ. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഞങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും വഴിപാടുകളും നിനക്ക് പ്രിയമായിരിക്കട്ടെ. എന്നാൽ അതിലൊക്കെ ഉപരി നിന്റെ വചനത്തോട് അനുസരിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സ്വയ ഇഷ്ടങ്ങളെ മാറ്റി നിന്റെ ഇഷ്ടം ചെയ്യുവാൻ കൃപ നൽകണമേ. അനുസരണത്തിൻ്റെ ജീവിതത്തിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.